അല്ലാതെ എങ്ങനെയാണ് ഈ നിങ്ങളൊരു ക്രിസ്ത്യൻ പശ്ചാത്തലവും പള്ളിയിലും പട്ടക്കാരനുമായിട്ട് നടക്കുന്ന ഒരാൾ ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ABVP ബന്ധം ഉണ്ടായത് SFI കേസ് ഒന്നും അത് ABVP ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ സ്വാമിനാഥൻ BJP കാരനായിരുന്നു, RSS ഒന്നുമല്ല. സ്വാമിനാഥൻ RSS കാരനും BJP കാരനൊന്നുമല്ല. പക്ഷേ ഇപ്പം ഹിന്ദുത്വം എന്ന് പറയുന്നത് സംസാരിക്കുമ്പോൾ പലപ്പോഴും അതിനെ വേ ഓഫ് ലൈഫ് എന്ന് നമ്മൾ പറയാറുണ്ട്, ഒരു ജീവിത രീതി, ജീവിത മാർഗം. ശ്രീ അജിത് ദോളാണ് അതിൻ്റെ ഡയറക്ടറായിട്ട് വന്നത്, ഈ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. അദ്ദേഹം IB എന്നൊക്കെ റിട്ടയർ ആയി. BJP ചായവുള്ള ഒരു പൊളിറ്റിക്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് അജിത് ദോവാളിൻ്റെ അടുത്ത് വന്നാൽ മതി. അല്ലെങ്കിൽ അല്ലാതെ കോൺഗ്രസ്സുകാർക്കും അറിയായിരുന്നു, കോൺഗ്രസ്സുകാർക്ക് പിന്നെ തീർച്ചയായിട്ടും ഒറീസയിലുള്ള നക്സൽ ബെൽറ്റിലൊക്കെ ഇറങ്ങി, ജാർഖണ്ഡിലെ നക്സൽ ബെൽറ്റിലൊക്കെ ഇറങ്ങി, ഈവൻ നക്സലുകളുടെ കൂടെ താമസിച്ചു. മോദിജിയായിട്ട് ആ സമയത്ത് പരിചയമായോ? മോദിജിയായിട്ട് എനിക്ക് ബന്ധം വരുന്നത് 2011. ഇപ്പോൾ ഗുജറാത്ത് മോഡൽ അന്ന് എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു, എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു, മോദി മതി എന്നുള്ള രീതി. ആളുകൾക്ക് അവരുടെ വീട്ടിൽ കുടിവെള്ളം എത്തുന്നു, ആളുകൾക്ക് കയറി കിടക്കാൻ നല്ല വീടുണ്ടാകുന്നു, ആളുകൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആയുഷ്മാൻ കാർഡുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവന് ചികിത്സ കിട്ടുന്നു. നമസ്കാരം, ഷൂട്ട് ആൻഡ് സൈറ്റിലേക്ക് സ്വാഗതം. മോദി സർക്കാരിനോടും മോദി നയിക്കുന്ന BJPയോടും കേരളത്തിൽ അനേകം പേർക്ക് ഇഷ്ടമാണെങ്കിലും എന്തുകൊണ്ടാണ് കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാത്തത് എന്ന ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട്. അതിന് ചോദ്യം ഉന്നയിക്കുന്നവർ തന്നെ പറയുന്ന ഉത്തരം നല്ല നേതൃത്വം ഇല്ല എന്നതാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ അറിയാത്ത ചില നല്ല നേതാക്കൾ ഈ പാർട്ടിയിലുണ്ട്. അവർ അറിയപ്പെടാതെ പോവുകയോ അംഗീകരിക്കപ്പെടാതെ പോവുകയോ ചെയ്യുന്നു എന്നതാണ് വാസ്തവം. അത്തരമൊരു നേതാവാണ് ഇന്ന് ഷൂട്ട് ആൻഡ് സൈറ്റിൽ. മറ്റാരുമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ മത്സരിച്ച BJPയുടെ യുവജന വിഭാഗത്തിൻ്റെ ദേശീയ നേതാവായിരുന്ന, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് കേരളത്തിലേക്ക് വന്ന യുവ നേതാവ് അനൂപ് ആൻ്റണി ജോസഫ്. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇതിൽ ആദ്യത്തെ എപ്പിസോഡ് അനൂപിനെ ഒന്ന് ജനത്തിന് പരിചയപ്പെടണം. എല്ലാവർക്കും അറിയാം, എങ്കിൽ പോലും സാധാരണക്കാർക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ആർക്കും അറിയില്ല. കാരണം ഒരുപാട് നേതാക്കളോട് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാളായിട്ടാണ് കാണും. ഞാൻ ഈ കസേര കൊണ്ട് ഇരുത്തിയത് അങ്ങനെ ഒരു സാധാരണ നേതാവായതുകൊണ്ടല്ല. അതുകൊണ്ട് എനിക്ക് അനൂപ് ബേസിക്കലി അനൂപ് എവിടെയാണ് ജനിച്ചത്, എവിടുത്തുകാരനാണ്? ഞാൻ എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമം, താലൂക്കാണ്. ഒരു കാർത്തികപ്പള്ളി ഒരു ഗ്രാമം കൂടിയാണ്, പഞ്ചായത്താണ്. അപ്പം അവിടെ ഒരു വളരെ റൂറലായിട്ടുള്ള ഒരു സാധാരണ ഒരു കുടുംബത്തിൽ എൻ്റെ അമ്മ ടീച്ചറായിരുന്നു, ഫാദർ കൃഷിപ്പണിയൊക്കെ ആയിട്ട് നാട്ടിൽ നിൽക്കുന്ന ഒരു സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു. എനിക്കൊരു സഹോദരനുണ്ട്. ക്രൈസ്തവ കുടുംബം തന്നെയാണ്. ഞങ്ങൾ അവിടെ കാർത്തികപ്പള്ളി എന്ന് പറയുന്നത് അവിടെ കൂടുതലും ഓർത്തഡോക്സിൻ്റെ ഒരു ഇതാണെങ്കിലും ഞങ്ങൾ ഒരു മലങ്കര കുടുംബമാണ്, മലങ്കര കാത്തലിക് കുടുംബമാണ്. അതെ അതെ അതെ. അപ്പം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. നാട്ടിൽ തന്നെയാണ് പഠിച്ചതും, സ്കൂളെല്ലാം പഠിച്ചതെല്ലാം നാട്ടിൽ തന്നെയാണ്. കോളേജ് അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് പോകാറുണ്ടായിരുന്നു. സ്ഥിരം വിശ്വാസം മാത്രമല്ല, ഞാൻ എല്ലാ കാര്യത്തിനും മുമ്പിൽ നിന്നിരുന്ന ആളായിരുന്നു അവിടെ പള്ളിയിൽ, എല്ലാ കാര്യത്തിനും. അതിപ്പോൾ MCOയും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ ആയിക്കൊള്ളട്ടെ, അത് പള്ളിയിലുള്ളവർക്കെല്ലാം അറിയാം. എല്ലാം മുമ്പിൽ സജീവമായി നിന്നതാണ്. കാരണം ഞങ്ങൾ അതെ. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിന് അവിടെ കാർത്തികപ്പള്ളിയിലുള്ള മലങ്കര ഒരു ട്രഡീഷൻ കൊണ്ടുവന്നൊരു വലിയൊരു കാരണവും കൂടി ഞങ്ങളുടെ കുടുംബമാണ്. കൈപ്പള്ളിയിൽ കുടുംബം എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ആദ്യ കാലങ്ങളിൽ മാറിവാനിയൂസ് തിരുമേനി ഈ മലങ്കര സഭയായിട്ട് വരുന്ന സമയത്ത് ആ സമയത്ത് ഒപ്പം കൂടിയ ഒരു കുടുംബമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും മലങ്കര ഓർത്തഡോക്സ് സഭയുമായിട്ട് ഇപ്പോഴും ആ ഒരു ബന്ധം, കാരണം കുടുംബമാണല്ലോ, കുടുംബത്തിനകത്ത് എല്ലാവരും ഉണ്ട്. അപ്പം നിങ്ങളുടെ കുടുംബക്കാർ ഓർത്തഡോക്സുകാരിലാണ് കൂടുതലും. ഫാദറിന്റെ സൈഡിൽ, മദറിന്റെ സൈഡിൽ സീറോ മലബാറിലാണ്. അമ്മ കോട്ടയംകാരിയാണ്. അപ്പൊ അമ്മയുടെ ഭാഗത്ത് സീറോ മലബാറുണ്ട്. പിന്നെ എന്റെ കോട്ടയത്ത് മാന്നാനം, ഈ നമ്മുടെ ചാവറയച്ചന്റെ സീറോ മലബാർ അതെ 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 അതെ. അങ്ങനെ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചത്, അവിടെ പഠിച്ചു. പിന്നെ ഡിഗ്രി ഞാൻ കോളേജ് എഞ്ചിനീയറിംഗ് പഠിച്ചത് ശ്രീബുദ്ധ കോളേജ് പാറ്റൂരാണ്, അവിടുത്തെ ഫസ്റ്റ് ബാച്ചാണ്. അവിടെ പന്തളത്തിനടുത്തുള്ള ശ്രീബുദ്ധ കോളേജ് അവിടുത്തെ ഫസ്റ്റ് ബാച്ചാണ്. എല്ലാവരെയും പോലെ തന്നെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് എവിടെയെങ്കിലും ഒരു ജോലി മേടിക്കണം എന്നുള്ള രീതിയിൽ രാഷ്ട്രീയത്തിൽ വരുമെന്നോ ഒന്നും ഒരിക്കലും കരുതിയിരുന്ന ആളല്ല. ഇല്ല, കോളേജ് പഠിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സമയം, കാരണം ഞങ്ങളുടെ കോളേജിൽ എഞ്ചിനീയറിംഗിൽ അന്ന് ABVP ഇല്ല. അന്ന് പന്തളത്ത് NSS കോളേജിൽ ABVPയുടെ യൂണിറ്റ് ഉണ്ട്. അപ്പം ഞാൻ ശരിയാണ്, ആ സമയത്ത് ഞാൻ നിന്നത് പന്തളത്തായിരുന്നു, കോളേജിൽ പോയി വരുമായിരുന്നു പന്തളത്തു നിന്ന്. അപ്പം അത് കാരണം ABVPയുമായിട്ട് അന്ന് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലാതെ എങ്ങനെയാണ് ഈ നിങ്ങളൊരു ക്രിസ്ത്യൻ പശ്ചാത്തലവും പള്ളിയിലും പട്ടക്കാരനുമായിട്ട് നടക്കുന്ന ഒരാൾ ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ABVP ബന്ധം ഉണ്ടായത്, SFI കേസ് ഒന്നും അത് ABVP ബന്ധം ഉണ്ടായത് എങ്ങനെയാണ്? അല്ല, അതിനൊരു കാരണം വെച്ചാൽ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ കുടുംബമാണെങ്കിലും അമ്മ ഒരു ഇച്ചിരി ലിറ്റററി ഒരു താല്പര്യങ്ങളുള്ള, ഇവിടെ പട്ടം ഗേൾസ് ഹൈസ്കൂളിലെ പ്രിൻസിപ്പളായിട്ടാണ് റിട്ടയർ ചെയ്തത്.
അപ്പോൾ അമ്മ 3 MA ഒക്കെ എടുത്ത് സംസ്കൃതം, മലയാളം, ഇംഗ്ലീഷ് 3 MA ഒക്കെ എടുത്ത് ഒരു ഇച്ചിരി ലിറ്റററി ബാക്ക്ഗ്രൗണ്ട്. ഞങ്ങളുടെ വീട്ടിലൊരു വലിയ ലൈബ്രറി തന്നെയുണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ പുസ്തകങ്ങൾ വായിക്കുക. അപ്പോൾ അതിനകത്ത് ക്രൈസ്തവ ഇത് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു സെക്കുലർ പുസ്തകങ്ങൾ മാത്രമല്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈശോവാസ്യ ഉപനിഷത്തൊക്കെ വായിക്കുമായിരുന്നു, അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ ബ്രഹ്മസൂത്രമൊക്കെ വായിക്കുമായിരുന്നു. അമ്മ മേടിച്ച് വെച്ചിരുന്നു, അമ്മ വായിച്ചു വെച്ചിരുന്നു. കാരണം അമ്മ സംസ്കൃതത്തിൻ്റെ ഒരു സ്കോളർ ആയതുകൊണ്ട് അമ്മ കാരണം അതിൽ അമ്മയുടെ മെയിൻ സബ്ജക്റ്റ് മലയാളമായിരുന്നു. പക്ഷേ സംസ്കൃതം അതിൻ്റെ ഒരു MA എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് സംസ്കൃതത്തിൽ നല്ലൊരു പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അന്ന് മുതൽ ഈ വായന ഒത്തിരി വന്നതുകൊണ്ട് ഒരു സ്വാമി വിവേകാനന്ദൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ഈ കംപ്ലീറ്റ് വർക്ക്സ് ഒക്കെ സ്വാമി വിവേകാനന്ദയിലേക്ക് എത്തപ്പെടുന്നത് ഈ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ പുസ്തകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ ആ ഒരു പ്രായത്തിൽ സമ്പൂർണ്ണ കൃതികൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രായത്തിൽ ഈ സ്വാമി വിവേകാനന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 15 വയസ്സിന് അറൗണ്ട് ആളുകളെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് സ്വാമി വിവേകാനന്ദ കൃതികൾ. അത് വായിക്കുന്നവർക്ക് അറിയാം. അങ്ങനെ സ്വാമി വിവേകാനന്ദനെ ഒത്തിരി അട്രാക്ട് ചെയ്തൊരു, എൻ്റെ ജീവിതത്തിൽ ഇന്നും ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്വാമി വിവേകാനന്ദൻ BJP കാരനായിരുന്നു, RSS ഒന്നുമല്ല. സ്വാമി വിവേകാനന്ദൻ RSS കാരനോ BJP കാരനൊന്നുമല്ല. പക്ഷേ എന്നാൽ പോലും സംഘത്തിൻ്റെ ഒരു ഐഡിയോളജിയിൽ സ്വാമി വിവേകാനന്ദയിൽ നിന്ന് ഒത്തിരി ഡ്രോ ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ഭാരതത്തിലെ ദേശീയ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതായത് നാഷണലിസത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് തന്നെ, അല്ലെ നാഷണലിസത്തിൻ്റെ ഒരു ഐഡിയോളജി തന്നെ സ്വാമി വിവേകാനന്ദയിൽ നിന്ന് ഒത്തിരി ഇൻസ്പയർഡ് ആണ്. ഇപ്പം എന്നെ ആ ഒരു ഇത് എത്തിച്ചത് വിവേകാനന്ദ കേന്ദ്രത്തിലാണ്. അപ്പോൾ അതിലെത്തുന്നത് പോലും സംഘം വഴിയാണ്. അപ്പം അതെങ്ങനെയാണ് ഈ സ്വാമി വിവേകാനന്ദന്റെ പുസ്തകത്തിലൂടെ ഞാൻ സ്വാമി വിവേകാനന്ദനെ പഠിച്ചപ്പോൾ അതിൽ ആ ഒരു ഇച്ചിരി സ്പിരിച്വൽ ബെൻഡ് ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നു എനിക്ക് ചെറുപ്പത്തിൽ. അപ്പോൾ സ്പിരിച്വാലിറ്റി അങ്ങനെയില്ല, ഒരു ജനറൽ ഒരു സ്പിരിച്വൽ ബെൻഡ് ഓഫ് മൈൻഡ്. അപ്പോൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ രാമകൃഷ്ണ മിഷനൊക്കെ ആയിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ പരമേശ്വർജിയുമായിട്ട്, ഞങ്ങളുടെ പി പരമേശ്വരൻജിയുമായിട്ട് എനിക്കൊരു ആത്മീയ ബന്ധമുണ്ട്. എങ്ങനെയാണ് കണക്ഷൻ ഉണ്ടാവും? അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ ഇവിടെ സ്ഥിരം വരുമായിരുന്നു. പിന്നെ ഞാൻ ആദ്യം NSS, ഞാൻ പറഞ്ഞില്ല, NSS കോളേജിൽ അവിടെ ഒരു വിചാര കേന്ദ്രത്തിന്റെ ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിചാര കേന്ദ്രമായിട്ട് ഞാൻ വളരെ സജീവമായി പ്രവർത്തിക്കാൻ. അതെ, കാരണം പരമേശ്വർജി വിചാര കേന്ദ്രത്തിന്റെ അധ്യക്ഷനായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടെ വരും, വീക്കെൻഡ് ആ കണക്ഷനിലാണ് പരമേശ്വരിയായിട്ട് അടുക്കുന്നത് ഞാൻ. അപ്പം പിന്നെ ഞാൻ പരമേശ്വർജി വിവേകാനന്ദ കേന്ദ്രത്തിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു. അപ്പം അത് കാരണം കന്യാകുമാരിയുള്ള വിവേകാനന്ദ കേന്ദ്രത്തിൽ പോകാൻ തുടങ്ങി. അപ്പം അങ്ങനെ അതങ്ങ് ഗ്രാജുവേറ്റ്. വിവേകാനന്ദ കേന്ദ്രം എന്താണ്? വിവേകാനന്ദ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ കന്യാകുമാരിയിലുള്ള വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ. അതൊരു വലിയ പ്രൊജക്റ്റായിരുന്നു, അതിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ആ റോക്ക് മെമ്മോറിയൽ തുടങ്ങിയ സമയത്ത് ഒത്തിരി വോളണ്ടിയർ സംഘത്തിൻ്റെ പല ഓർഗനൈസേഷനിൽ നിന്നും അതിൽ പ്രവർത്തിക്കാൻ വന്നു. ഒത്തിരി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് അതിനകത്തുണ്ടായിരുന്നത്. അവരെല്ലാം ചേർത്തുകൊണ്ട് വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഏക്നാഥ് റാണാഡെ എന്ന് പറഞ്ഞ അന്നത്തെ സംഘത്തിൻ്റെ ഏറ്റവും വളരെ സമ്പന്നനായിട്ടുള്ള പ്രചാരകൻ, അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പോൾ ഏക്നാഥ് ജി ഇവരെല്ലാം കൂട്ടിക്കൊണ്ടൊരു വിവേകാനന്ദ കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു സ്വരൂപം സംഘത്തിൻ്റെ ഒരു പാരലായിട്ട് തന്നെ ഒപ്പം തന്നെ പാരൽ എന്ന് പറഞ്ഞാൽ ഒപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടി അധ്യക്ഷനായിരുന്നു പരമേശ്വർജി. പരമേശ്വരി ഒരേ സമയം സംഘത്തിൻ്റെ ഭാരതീയ വിചാര കേന്ദ്രവും വിവേകാനന്ദ കേന്ദ്രവും രണ്ടിൻ്റെയും ചുമതലയിലും ഏറ്റവും അതിൻ്റെ കീ പോസ്റ്റിലിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വിവേകാനന്ദ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി പറഞ്ഞുള്ള യങ്സ്റ്റേഴ്സ് ഫുൾ ടൈമേഴ്സായിട്ട് വരും. സംഘത്തിൻ്റെ മോഡലിൽ തന്നെ പ്രചാരകരെ പോലെ അവിടെ ഫുൾ ടൈമേഴ്സാണ് ഉള്ളത്. അതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകാനന്ദ കേന്ദ്രത്തിൽ ഈ സ്ത്രീകളും പുരുഷന്മാരും രണ്ടുപേരും ഒരേപോലെ ഫുൾ ടൈമേഴ്സായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കും. എന്താണ് ജോലി അവരുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് ബേസിക്കലി അവരുടെ ഒരു മോട്ടോ എന്താണ് വിവേകാനന്ദ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഷൻ ബിൽഡിംഗ് മാൻ മേക്കിംഗ്. അത് സ്വാമി വിവേകാനന്ദത്തിൽ ഇൻസ്പയർഡ് ആണ്. മാൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ നിർമ്മിക്കുക, അല്ലെങ്കിൽ മനുഷ്യനെ ഒരു എന്താ പറയുക, ഒരു മനുഷ്യനിലുള്ള എല്ലാ നല്ല വാസനകളെയും പുറത്തേക്ക് കൊണ്ടുവരിക, ഒരു മനുഷ്യനിലുള്ള നാഷണലിസത്തെ പുറത്തേക്ക് കൊണ്ടുവരിക. ഇപ്പം അതിനകത്ത് ഏറ്റവും സിമ്പിൾ പറയാം, ഇപ്പം നമ്മൾ വളരെയധികം സംഘത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ ഹിന്ദുത്വം. അപ്പോൾ ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് സംസാരിക്കുമ്പോൾ പലപ്പോഴും അതിനെ വേ ഓഫ് ലൈഫ് എന്ന് നമ്മൾ പറയാറുണ്ട്, ഒരു ജീവിത രീതി, ജീവിത മാർഗം. ഇപ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ജീവിത രീതിയുടെ ഭാഗമാണ്. അതിനകത്ത് മതമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ ഹിന്ദു വേ ഓഫ് ലൈഫിലാണ് യോഗ മുമ്പോട്ട് വന്നത്. വിവേകാനന്ദ കേന്ദ്രം ആ യോഗ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് 2 കൊച്ചുകുട്ടികളിൽ സ്വാധ്യായ വർഗ്ഗ, സംസ്കാര വർഗ്ഗ, ഇങ്ങനെ 2 വലിയ പദ്ധതികളുണ്ട്. കൊച്ചുകുട്ടികളിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ നല്ല വായനാശീലം, പഠനശീലം, ഇതൊക്കെയാണ് സ്വാധ്യായ വർഗ്ഗത്തിൽ കൂടെ നേടുന്നത്. 2 സംസ്കാര വർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കുട്ടിക്ക് ഉണ്ടാവേണ്ടിയിരിക്കേണ്ട ചില നല്ല ഗുണങ്ങളുണ്ടായിരിക്കണം. അതിന് സംസ്കാരം നമ്മൾ ഹിന്ദിയിൽ പറയുന്ന വാക്ക്. അപ്പം അങ്ങനെയുള്ള 1-2 പദ്ധതികളാണ് വിവേകാനന്ദ കേന്ദ്രത്തിൽ മുഖ്യമായിട്ടുള്ളത്. ഒറ്റ ചോദ്യം കൂടെ അവിടെ ചോദിച്ചോട്ടെ, ഈ RSS ഇങ്ങനെ തന്നെയല്ലേ മനുഷ്യനെ നിർമ്മിക്കുക? തീർച്ചയായിട്ടും പദ്ധതികളുള്ള വ്യത്യാസം. ഇപ്പം നമുക്കറിയാം സഭകൾ തമ്മിൽ എന്താ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥന രീതികളുള്ള വ്യത്യാസം, അത്രേ ഉള്ളൂ ഇതിനകത്തും. പിന്നെ വിവേകാനന്ദ കേന്ദ്രം കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നോർത്ത് ഈസ്റ്റിലായിരുന്നു. കാരണം അവിടെ ഒരു വലിയൊരു അഭാവം കണ്ടത്, സ്കൂളുകളുടെ വലിയൊരു അഭാവം നോർത്ത് ഈസ്റ്റിലുണ്ടായിരുന്നു.
ഒരു വലിയൊരു മേഖലയിലേക്ക് വിവേകാനന്ദ കേന്ദ്രം അന്ന് ഇറങ്ങിയത്. ഇന്ന് അരുണാചൽ പ്രദേശിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്കൂൾ നെറ്റ്വർക്ക് ഉള്ളത് വിവേകാനന്ദ കേന്ദ്രത്തിനാണ്. ഒത്തിരി സ്കൂളുകളുണ്ട്. അണ്ടമാനിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത് വിവേകാനന്ദ കേന്ദ്രമാണ്. അത് നമ്മുടെ സഭകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു പരിപാടി. RSS അങ്ങനെ നേരിട്ട് ചെയ്യുന്നില്ല. വിദ്യാഭാരതിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വിവേകാനന്ദ കേന്ദ്രമാണ് ആ ഒരു പ്രൊഫഷണൽ മോഡൽ കൊണ്ടുവന്നത്. CBSE സ്കൂൾ പ്രോപ്പർ റെസിഡൻഷ്യൽ ആയിട്ടുള്ള, നമ്മൾ എങ്ങനെയാണോ സഭകളുടെയൊക്കെ നല്ല സ്കൂളുകളാണ് എന്ന് പറഞ്ഞുള്ള ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുന്ന റെസിഡൻഷ്യൽ സ്കൂളുകൾ. അത് ആലോചിക്കണം, നമ്മൾ ഈ ട്രൈബൽ മേഖലയിലാണ് ഇതെല്ലാം. ഈ അരുണാചൽ പ്രദേശിലേക്ക് അങ്ങ് ഇന്റീരിയർ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എന്നിരുന്നാലും അങ്ങനെയുള്ള സ്കൂളുകൾ ആ മേഖലയിലെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ വിവേകാനന്ദ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഡൽഹിയിൽ പ്രവർത്തിച്ചു. നിങ്ങളുടെ ജോലി എന്തായിരുന്നു വിവേകാനന്ദ? ഞാൻ 2006 ഡൽഹിയിൽ എത്തുന്നത്. ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകുക, അതായത് ഇവിടെ വന്നിട്ട് എന്തായിരുന്നു വിവേകാനന്ദ? ഞാൻ ഇവിടെ വിചാരകേന്ദ്രത്തിന്റെ വർക്കായിരുന്നു കൂടുതൽ. പരമേശ്വരിയോട് ചേർന്ന്. കാരണം കേരളത്തിൽ വിവേകാനന്ദ കേന്ദ്രത്തിന് വർക്ക് കുറവാണ്. പദവി വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല, പദവികളൊന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഓർമ്മയില്ല. ചെറിയ എന്തൊക്കെ ഉണ്ടായിരുന്നു, വിചാരകേന്ദ്രത്തിന് എന്തോ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല അതൊന്നും. പക്ഷേ ഞാൻ പറഞ്ഞത് വിവേകാനന്ദ കേന്ദ്രം കേരളത്തിൽ വളരെ സജീവമല്ലായിരുന്നു. പക്ഷേ വിവേകാനന്ദ എന്നെ പരമേശ്വരി എന്നോട് സജസ്റ്റ് ചെയ്ത്. കാരണം ഞാൻ കോളേജിലൊക്കെ പഠിച്ചതിന് ശേഷം എൻ്റെ ഒരു പ്ലാൻ സാധാരണ എല്ലാവരും ആലോചിക്കുന്ന പോലെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് കിട്ടി. എനിക്ക് നല്ല അത്യാവശ്യം അക്കാഡമിക് റെക്കോർഡ് ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടിലുള്ളവർക്കെല്ലാം നല്ല പ്ലേസ്മെൻറ്റ് കിട്ടി. അപ്പോൾ ഞാനും അതുപോലെ പ്ലേസ്മെൻ്റ് ഒക്കെ വാങ്ങിച്ച് പോകാനായിരുന്നു. ഗൾഫിലൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കണം. സാധാരണ കുടുംബമാണല്ലോ, അപ്പോൾ അങ്ങനെ ഒരു പ്ലാനായിരുന്നു. പക്ഷേ പരമേശ്വരി ഒരു സജഷൻ തന്നത്, നിങ്ങൾ 1-2 വർഷത്തേക്ക് ഒരു സംഘടനയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഔട്ട്ലുക്ക് മാറും, കുറച്ചുകൂടെ ഔട്ട്ലുക്ക് കിട്ടും. അപ്പം അങ്ങനെ ഒരു സജഷൻ വന്നപ്പോൾ എന്നോട് ഡൽഹി പോകാമെന്ന ഒരു സജഷനാണ് വന്നത്. ഇംഗ്ലീഷ് വശമുണ്ടായി. കാരണം വായിക്കുന്ന വിഷയമുള്ള ഹിന്ദി അത്യാവശ്യം അറിയായിരുന്നു. വലിയ ഫ്ലുവൻ്റ് അല്ലായിരുന്നു. ഹിന്ദി ഞാൻ പഠിച്ചത് ഡൽഹി ചെന്നിട്ടാണ്. അപ്പോൾ പരമേശ്വരി എന്നെ വിട്ട് വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ആദ്യം എനിക്ക് കിട്ടുന്ന ചുമതല ഡൽഹി യൂണിവേഴ്സിറ്റിയുടെയും JNUവിൻ്റെയും ചുമതലയായിരുന്നു എനിക്ക് കിട്ടിയത്. കാരണം ഒരു വിദ്യാർത്ഥി, കാരണം ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും JNU ABVP ഉണ്ടെങ്കിലും വിവേകാനന്ദ കേന്ദ്രത്തിന് ഒരു സ്പെസിഫിക് വർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ABVP കുറച്ചും കൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്കായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. വിവേകാനന്ദ കേന്ദ്രം കുറച്ചുകൂടെ അക്കാഡമിക് ഇൻ്റലക്ച്വൽ ലെവലാണ്. സ്വാമി വിവേകാനന്ദനിൽ കൂടെ വിവേകാനന്ദ യുവസമിതികൾ, വിവേകാനന്ദ സ്വാധ്യായ വർഗുകൾ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്വാമി വിവേകാനന്ദനിലൂടെ നാഷണലിസത്തിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ ഒരു വർക്കാണ് അവിടെ കൂടുതൽ നടന്നത്. JNUവിലാണ് ഇതിന് കൂടുതൽ വർക്ക് ഉണ്ടായിരുന്നത്. കാരണം ഡൽഹി യൂണിവേഴ്സിറ്റി കുറച്ചും കൂടെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ ഒരു മേഖലയാണ്. JNUവിൽ ആദ്യത്തിരി കുറവാണ്, കുറച്ചുകൂടെ ഇൻ്റലക്ച്വലിസം ഉള്ളൊരു സ്ഥലമാണ് JNU. അപ്പോൾ ഇതിലാണ് ഞാൻ ആദ്യത്തെ 1-2-3 വർഷങ്ങൾ കുട്ടികളുടെ ഇടയ്ക്ക് പോവുക, ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, അവരോടൊപ്പം രാത്രികളിൽ ഇരിക്കുക. ഹോസ്റ്റലാണ് JNUവിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ളൊരു കേന്ദ്രം. JNU ഉണരുന്നത് രാത്രി 9 മണി കഴിഞ്ഞിട്ടാണ്. പിന്നെ രാത്രി 2 മണി വരെയും JNUവിൽ ഇൻ്റലക്ച്വൽ പരിപാടികളാണ്. ഡെയിലി പറഞ്ഞ ലെഫ്റ്റിനൊരു ആധിപത്യമുള്ള ഒരു സ്ഥലമായിരുന്നു. തീർച്ചയായിട്ടും വലിയ എതിർപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോഴും സമയത്തൊക്കെ, ഇപ്പം അന്ന് BJPക്ക് അധികാരമില്ല, UPA ഭരിക്കുന്ന സമയം. അന്ന് UPAയുടെ ഒരു തണലിലാണ് JNUവിലെ ഒരു ലെഫ്റ്റ് സിസ്റ്റം പൊക്കോണ്ടിരുന്നത്. അപ്പം ആ സമയത്ത് നമ്മളൊക്കെ അവിടെ ചെല്ലുമ്പോൾ വലിയ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടിയും ഞങ്ങൾ രാത്രിയിൽ ഹോസ്റ്റലുകളിൽ ഈ ഡിന്നർ കഴിഞ്ഞിട്ട് ഈ ഒരു ആ ഡിന്നർ നടത്തുന്ന ആ ഒരു നമ്മുടെ മെസ്സുണ്ടല്ലോ, ആ മെസ്സിൽ തന്നെ ലെക്ചർ വെക്കും. അതാണ് അവിടുത്തെ ഏറ്റവും പോപ്പുലർ പരിപാടി. 9 മണിക്ക് തുടങ്ങിയാൽ രാത്രി 12 മണി വരെയൊക്കെയാണ് പോകുന്നത്. അതിനകത്താണ് ഹീറ്റഡ് ഡിബേറ്റ്സും ഡിസ്കഷനും നടത്തുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അജിത് വാൽജിയെ കൊണ്ടുപോയിട്ടുണ്ട്, ഗുരുമൂർത്തിജിയെ കൊണ്ടുപോയിട്ടുണ്ട്, അരുൺ ജെയ്റ്റ്ലിജിയെ കൊണ്ടുപോയിട്ടുണ്ട്. അതെല്ലാം ഓർഗനൈസ് ചെയ്തത് ഞാനാണ്. പക്ഷേ അങ്ങനെ ഒരു വർക്കാണ് എനിക്ക് അവിടെ JNUവിൽ അന്ന് എനിക്ക് കിട്ടിയത്. പക്ഷേ അത് വലിയ രസകരമായ ഒരു വർക്കായിരുന്നു. കാരണം അതിന് എതിർപ്പ് വരും, നമ്മൾ ഒട്ടിക്കുന്ന പോസ്റ്റർ കീറും. അപ്പം നമ്മളൊരു പരിപാടി ചെയ്യുമ്പോൾ അടുത്ത ദിവസം അവർ വേറെ ആരെങ്കിലും കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു ഇൻ്റലക്ച്വൽ റിയൽ ഫൈറ്റും ഒരു ബാറ്റിൽ നടക്കുന്ന ഒരു സ്ഥലമായി JNU. അപ്പോൾ അത് എൻ്റെ അല്ല, അന്ന് എനിക്ക് വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ വിസ്താർ പ്രമുഖായിരുന്നു ഞാൻ ആ സമയത്ത്. എനിക്ക് JNU ഒരു വിസ്താറായിരുന്നു അതിനകത്ത്. അപ്പോൾ ഞാൻ വിസ്താർ പ്രമുഖായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞാണ് പിന്നെ ഒത്തിരി വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ഈ മുഖ്യമായിട്ടുള്ള വർക്കുകളായിരുന്നു ആ സമയത്ത്. ഓക്കെ, അവിടുന്ന് അതായത് ഡൽഹിയിലെ കേന്ദ്രം. അപ്പോൾ താമസമൊക്കെയോ? അന്ന് വിവേകാനന്ദ കേന്ദ്രത്തിലൊരു കാര്യാലയമുണ്ട്, സംഘകാര്യാലയം പോലെ തന്നെ വിവേകാനന്ദ കേന്ദ്രത്തിൽ കാര്യാലയമുണ്ട്. ഞങ്ങൾ കുറേ പേര് ഒരുമിച്ച് താമസിക്കും, ചെറുപ്പക്കാർ, ഫുൾ ടൈമേഴ്സ്. അവിടെ ഞങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കും, ഞങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും തൂത്ത് വൃത്തിയാക്കുക. ശമ്പളമൊന്നുമില്ല. അപ്പോൾ വീട്ടിലേക്കൊന്നും ഒന്നും കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ വീട്ടുകാർ എതിർത്തില്ലേ? തീർച്ചയായിട്ടും വീട്ടുകാർക്ക് ഒരു വലിയ കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു മനസ്സിൽ ഇങ്ങനെ ആയിരുന്നല്ലോ, 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ തിരിച്ച് ജോലിയിലേക്കൊക്കെ പോകായിരുന്നു പ്ലാൻ. പക്ഷെ 3 കൊല്ലം അവിടെ നീണ്ടു. അത് 3 അല്ല, അതിൽ കൂടുതൽ പിന്നെ നീണ്ടങ്ങ് പോയി അത്. കാരണം വെച്ചാൽ അതിനുശേഷം വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ഒരു വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഡൽഹിയിൽ വന്നു. അതൊരു തിങ്ക് ടാങ്കാണ് ബേസിക്കലി. അതിന് ടിപ്പിക്കൽ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ഒരു പ്രവർത്തന ക്യാരക്ടർ അല്ല അതിന് ഉള്ളത്. അതൊരു തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ഈ നയരൂപീകരണത്തിലൊക്കെ ഒരു വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു സാധനമാണ് ഈ തിങ്ക് ടാങ്ക്. അപ്പോൾ അതിനകത്ത്
ഈ വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റിയും ഫോറിൻ പോളിസിയിലും ഫോക്കസ് ചെയ്യുന്ന ഒരു തിങ്ക് ടാങ്ക് ആയിട്ടാണ് വന്നത്. അതിപ്പോൾ നിങ്ങൾ വിവേകാനന്ദ കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് പേര് അങ്ങോട്ട് എടുത്തു. ഞങ്ങൾ വിവേകാനന്ദ കേന്ദ്രത്തിൽ കുറച്ച് പേര് അങ്ങോട്ട് എടുത്തു. ഞങ്ങളുടെയൊക്കെ താമസം വന്നിട്ട് ഇവിടെ ഈ വലിയ ബിൽഡിംഗ് അവിടെ നിർമ്മിച്ചു. ഈ അതിലേക്ക് കൊണ്ടുപോയി. അതിലേക്ക് പരമേശ്വരി പറഞ്ഞിട്ട് തന്നെയാണ്. പിന്നെ ആ സമയത്ത് ശ്രീ അജിത് ദോളാണ് അതിൻ്റെ ഡയറക്ടറായിട്ട് വന്നത്, ഈ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. അദ്ദേഹം IB നിന്നൊക്കെ റിട്ടയർ ആയി. അപ്പോൾ അദ്ദേഹം കുറച്ച് ഇൻഡിപെൻഡന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഡയറക്ടറായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് അന്നേ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹത്തിന് ഇത് രാഷ്ട്രീയമാണെങ്കിൽ അതും ആ രാഷ്ട്രീയം അദ്ദേഹത്തിനുണ്ട്. കാരണം ഗ്ലോബൽ പൊളിറ്റിക്സിൽ അദ്ദേഹം വളരെ ഇൻവോൾവ് ആയിരുന്നു. കാരണം അന്നും IBയുടെ ചീഫായിരുന്ന കാരണം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ കൊണ്ടും ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സിൽ അദ്ദേഹത്തിന് ഒരു സേ ഉണ്ടായിരുന്നു. ഫോറിൻ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഡെലിഗേഷൻ വന്നാൽ അദ്ദേഹത്തെ കാണാതെ പോകത്തില്ലായിരുന്നു. അങ്ങനെ യു പി എ ഭരണകാലത്തും. കാരണം ഇൻ്റർനാഷണൽ വരുന്ന ആളുകൾ എല്ലാ പൊളിറ്റിക്കൽ ഡൊമൈൻസിലും എല്ലാവരും കണ്ടിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു ഞാൻ റൈറ്റ് വിങ് എന്ന് പറയുന്നില്ല, എന്നിരുന്നാലും ഒരു BJP ചായവുള്ള ഒരു പൊളിറ്റിക്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് അജിത് ദോവലിൻ്റെ അടുത്ത് വന്നാൽ മതി. അല്ലെങ്കിൽ അല്ലാതെ കോൺഗ്രസ്സുകാർക്കും അറിയായിരുന്നു പിന്നെ തീർച്ചയായിട്ടും അവർക്ക് പ്രശ്നമില്ല. കോൺഗ്രസ്സുകാർക്ക് നല്ല ബന്ധമായിരുന്നു അജിത് ദോവൽജിയായിട്ട്. എനിക്ക് ഓർമ്മയുണ്ട് മനീഷ് തിവാരിയൊക്കെ അദ്ദേഹത്തെ കാണാൻ വരുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ എല്ലാവരും അദ്ദേഹത്തെ കാണാൻ വരുന്ന ഒരു എല്ലാവരും വെൽ അക്സെപ്റ്റഡ് ഫിഗർ ആയിരുന്നു. BJP അഡ്വാനിജിക്ക് അദ്ദേഹത്തെ സ്ഥിരം കാണാൻ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരു വെൽ അക്സെപ്റ്റഡ് ഫിഗർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ. അദ്ദേഹത്തിന് അവിടെ റിസർച്ച് ആയിരുന്നു മെയിൻ. അവിടുത്തെ വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ മാൻഡേറ്റ് തന്നെ നാഷണൽ സെക്യൂരിറ്റി ഫോറിൻ പോളിസിയിൽ റിസർച്ച് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിസർച്ച് അസിസ്റ്റൻ്റ് ആയിട്ടാണ് എന്നെ ആദ്യമേ കയറ്റിയത്. എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ അന്ന് സ്റ്റാർട്ടിംഗ് ടീമിലായിട്ട് ഒരു 5-6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റുകളാണ്? അല്ല, അതിൽ അസിസ്റ്റൻ്റ് ആയിട്ട് ഞങ്ങൾ 2 പേരും. ബാക്കിയുള്ളവർ ഒരു അനൂജ് ധർ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു നേരിട്ട് അദ്ദേഹം വർക്ക് ചെയ്യാണ് ആ സമയത്ത്. അതിനുശേഷം അപ്പോൾ ഇവിടെ റിസർച്ചേഴ്സായിട്ട് കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കോർഡിനേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എനിക്ക്. അതേ സമയത്തിന് വിവേകാനന്ദത്തിൻ്റെ പ്രവർത്തനമുണ്ട്. അപ്പോൾ എൻ്റെ ജീവിത രീതി മാറിയിട്ടില്ല. കാരണം ആ കാര്യത്തിന് പകരം ഈ വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനിൽ തന്നെ ഒരു റൂമിലോട്ട് നമ്മൾ താമസം മാറി. വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം രാവിലെ 6 മണി മുതൽ 9 മണി വരെ അതിൻ്റെ പ്രവർത്തനം, 9 മണി മുതൽ 5 മണി വരെ ഇതിൻ്റെ പ്രവർത്തനം, പിന്നെ 5 മണിക്ക് ശേഷം പിന്നെ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം. ആ ഒരു രീതിയിലേക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ അന്ന് മാറി. അപ്പം ഈ വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ഈ ഒരു മാൻഡേറ്റ് ഉണ്ട് റിസർച്ച്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ദോവൽജി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു സബ്ജക്റ്റ് കൂടി തിരഞ്ഞെടുക്കുക, ആ സബ്ജക്റ്റിൽ യു ബിക്കം ആൻ എക്സ്പെർട്ട്. എന്നിട്ട് എന്നെ ഒരു സബ്ജക്റ്റിലിട്ടു. അന്ന് എനിക്ക് തന്ന സബ്ജക്റ്റ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ആയിരുന്നു, നക്സലിസം. അപ്പോൾ നക്സലിസത്തിൻ്റെ ഒരു റിസർച്ചിലേക്ക് ഞാൻ ഏകദേശം 2-3 വർഷത്തോളം ഒരു ഫോക്കസ് ചെയ്ത് പഠിച്ചു. അതിന് ഫീൽഡിലൊക്കെ പോയി ഒത്തിരി കറങ്ങി. ബസ്തറിലൊക്കെ പോയി, ഒഡീസയിലുള്ള നക്സൽ ബെൽറ്റിലൊക്കെ ഇറങ്ങി, ജാർഖണ്ഡിലെ നക്സൽ ബെൽറ്റിലൊക്കെ ഇറങ്ങി, ഈവൻ നക്സലുകളുടെ കൂടെ താമസിച്ചു. പിന്നെ അവിടെയുള്ള സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെ കൂടെ താമസിച്ചു. അങ്ങനെ എനിക്കൊരു 2-3 വർഷത്തെ ഒരു വലിയൊരു എക്സ്പോഷർ റിസർച്ച് ഡയറക്റ്റ്. നിങ്ങൾ മറ്റേ സ്വപ്നമൊക്കെ ഉപേക്ഷിച്ചു ഏകദേശം. കാരണം ഈ റിസർച്ച് എനിക്ക് വളരെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യമായി മാറി. കാരണം ഞാൻ പ്രതീക്ഷിച്ചല്ല ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുമെന്ന്. അത് മാത്രമല്ല വളരെ ചെറുപ്പം, അന്ന് എത്ര 23-24 വയസ്സൊക്കെ ഉള്ളൂ. ആ സമയത്ത് അജിത് ദോവലിനെ പോലൊരു വലിയൊരു ഫിഗറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക. അദ്ദേഹം എന്നെ കാണാൻ വിടുന്ന ആലോചിക്കണം, 23 വയസ്സിൽ എന്നെ കാണാൻ വിടുന്നത് ഛത്തീസ്ഗഡ് DGP കാണാൻ. അപ്പോൾ അതൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ എന്നിട്ട് ഞാൻ പോയിട്ട് അദ്ദേഹത്തിന് ഇൻപുട്സ് കൊണ്ടുവരുന്നു, എന്നിട്ട് ഇവിടെ കൊടുക്കുന്നു, ഇവരത് ഗവൺമെൻറ്റിന് അയക്കുന്നു, അത് ഇംപ്ലിമെൻ്റ് ആവുന്നു. അതൊക്കെ എനിക്ക് തോന്നുമ്പം യു മേക്കിംഗ് എൻ ഇമ്പാക്ട്. അപ്പം അങ്ങനെ ആ ഒരു ഫീൽഡിൽ തന്നെ തുടരാം എന്നുള്ളൊരു ഇത് വന്നു. അപ്പം അങ്ങനെയാണ് ആ ഒരു ഫീൽഡിൽ തന്നെ ഞാൻ കുറച്ച് നാൾ തുടർന്നു. 2011 വരെയൊക്കെ ഞാൻ ഹാർഡ് കോർ റിസർച്ചുമായിട്ട് തന്നെ മുമ്പോട്ട് പോയത്. അദ്ദേഹമായിട്ട് വളരെ അസോസിയേറ്റ് ആണ് ഇപ്പോഴും. അപ്പോഴും വേറെ എന്തെങ്കിലും ഭാരവാഹിത്വം ഒന്നുമില്ല? ഇല്ല, വിവേകാനന്ദ കേന്ദ്രത്തിൽ റിസർച്ചർ എന്നുള്ള ഒരു ഇത് മാത്രമാണ്. അവിടെ നിന്നൊരു മാറ്റം BJP-ലേക്ക് വന്നത് എങ്ങനെയാണ്? പിന്നീട് BJP-ലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ ദോവൽ സാഹിബിൻ്റെ ഒരു പൊളിറ്റിക്കൽ റിലേഷൻസ് ഉണ്ടായിരുന്നു ഒത്തിരി. പിന്നെ വിവേകാനന്ദ കേന്ദ്രവും ഡൽഹിയിലുള്ള സംഘ പ്രവർത്തനങ്ങളും BJP ഒക്കെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ നെറ്റ്വർക്കിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ BJP-യുടെ പല കാര്യങ്ങളിലേക്കും ഇങ്ങനെയുള്ള ഇൻ്റലക്ച്വൽ വർക്കിലേക്ക് അവിടെ ടോക്കിംഗ് പോയിന്റ്സ് വേണം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും റിസർച്ച് വേണം, അതിനൊക്കെ ഞാൻ BJP ഓഫീസിൽ പോകാൻ തുടങ്ങി. അപ്പം അങ്ങനെ അവിടെ BJP ഓഫീസിൽ പരിചയമായി. എന്നെ പല ലീഡേഴ്സിൻ്റെയും കൂടെ അസിസ്റ്റ് ചെയ്യാൻ വിട്ടു. അന്ന് നിതിൻ ഗഡ്കരി പ്രസിഡൻ്റായ സമയമാണ്. അപ്പോൾ അന്ന് നിതിൻജിയുടെ മീഡിയ അവിടെ അന്ന് സെറ്റപ്പായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് കുറച്ച് സമയത്ത് എനിക്ക് ദിവസം ഒരു 2 മണിക്കൂർ അവിടെ വന്നിരുന്നിട്ട് നിതിൻജിയുടെ മീഡിയയിൽ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. 2011 അഡ്വാനിജി ഒരു രഥയാത്ര നടത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒത്തിരി രഥയാത്ര നടത്തിയിട്ടുള്ള ആളാണല്ലോ. അവസാനത്തെ രഥയാത്ര നടക്കുന്നത് 2011 ജനചേതന രഥയാത്ര എന്നതിൻ്റെ പേര്. അതിലൊരു പ്രബന്ധകർ അതിൻ്റെ ഒരു ഓർഗനൈസറായിട്ട് എന്നെ അന്ന് തിരഞ്ഞെടുത്തു. അന്ന് ഞാൻ ഇന്ത്യ മുഴുവൻ ആദ്യമായിട്ടാണ് ഈ അഡ്വാനിജിയോടൊപ്പം രഥയാത്ര നടത്തുന്നത്, നേരിട്ടുള്ള. അത് അങ്ങനെ ഞങ്ങൾ 20 പേരെങ്ങാണ്ട് അതിൻ്റെ അന്ന് പ്രബന്ധകർ. അന്ന് തേജസ്വി സൂര്യയൊക്കെ അതിൻ്റെ പ്രബന്ധക. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു 20 പേരുടെ ടീം അതിനകത്തുണ്ടായിരുന്നു. പല പ്രായത്തിലുള്ളത്. എനിക്കൊന്ന് തേജസ്വി ആണെന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ തേജസ്വി ആണെന്ന് 20 വയസ്സ് മറ്റും ഉണ്ടായിരുന്നുള്ളൂ. മുതൽ 10-60 വയസ്സുള്ള ഒരാളുകളും അതിനകത്തുണ്ട്. അനന്ത് കുമാർജി ആയിരുന്നു അന്ന് ഇതിൻ്റെ മുഴുവൻ ചാർജ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞങ്ങളിങ്ങനെ ഒരു ടീം ഓഫ്
യങ്സ്റ്റേഴ്സ് മുഴുവൻ ഇതിൻ്റെ കോർഡിനേഷനും ഓരോരുത്തർക്കും ഓരോ, ചിലർക്ക് ലോണ്ടറി മാനേജ് ചെയ്യുന്നതാണെങ്കിൽ ചിലർക്ക് ഹോട്ടൽ മാനേജ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ഓർഗനൈസിങ് വർക്കിലേക്ക് ഞാൻ അന്നാണ് ഒരു മേജർ ഓർഗനൈസിങ് വർക്കിലേക്ക് ഞാൻ ഇറങ്ങുന്നത്. അന്ന് കേരളത്തിലും വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട്. അപ്പം അങ്ങനെ ഞാൻ പതിയെ ബി ജെ പിയിലേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ് 2011 മുതൽ. പിന്നെ ബി ജെ പിയുടെ പല വർക്കുകൾ, ഇപ്പോൾ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ബി ജെ പിക്ക് ഒരു, മറ്റ് കോൺഗ്രസ്സിന് അത്രയും നല്ലൊരു ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല, ബി ജെ പിക്ക് ഒരു വളരെ സ്ട്രോങ് ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. നമ്മുടെ ബാലശങ്കർജി ആയിരുന്ന ട്രെയിനിങ്. അതെ, അദ്ദേഹം ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. അതിൽ സീനിയറായിട്ട് ഒത്തിരി വേറെ നേതാക്കന്മാരും ഉണ്ട്. അപ്പം ഈ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഐഡിയോളജി നമ്മുടെ കാഡറിനെ പഠിപ്പിക്കുക, പിന്നെ പാർട്ടിയുടെ പദ്ധതികൾ പഠിപ്പിക്കുക, പിന്നെ ഇലക്ഷൻ മാനേജ്മെൻറ്റ് പഠിപ്പിക്കുക, പിന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുക. അങ്ങനെ ഒരു വലിയ സ്ട്രക്ചർ ഉണ്ട് നമുക്ക്. നമ്മൾ ഒരു വർഷം പാർട്ടിയുടെ കാഡർ മൊത്തം മണ്ഡൽ തലം വരെ ഇതിൻ്റെ ട്രെയിനിങ് ഉണ്ട്. അതിൻ്റെ സിലബസ് നാഷണൽ നിന്നായിരിക്കും വരുന്നത്. അത് ഓരോ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ആവും. അങ്ങനെ നമ്മൾ ഏകദേശം 10 ലക്ഷത്തിനടുപ്പിച്ച് ആളുകളെ ഒരു വർഷം ട്രെയിൻ ചെയ്യും. ഒരു വലിയൊരു സംവിധാനമാണ്. അപ്പം അന്ന് അതിൻ്റെ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് മുതൽ പല കാര്യങ്ങളും അന്ന് എൻ്റെ ചുമതലയിലായിരുന്നു. അപ്പോൾ ആ ഒരു വർക്ക് എനിക്ക് കിട്ടി. അങ്ങനെ നിരവധി വർക്കിലേക്ക് വന്നു. അങ്ങനെ 2017 എന്നെ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ആയിട്ട് 2017 ഡൽഹി തന്നെ തുടർന്നു. ഡൽഹി തന്നെ പാർട്ടി പദവികളൊന്നുമില്ല. ഡൽഹി പാർട്ടി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അദ്വാനിജിയായിട്ട് ബന്ധമുണ്ട്, എല്ലാവരുമായിട്ടും ബന്ധമുണ്ട്. മോദിജിയായിട്ട് ആ സമയത്ത് പരിചയമായോ? മോദിജിയായിട്ട് എനിക്ക് ബന്ധം വരുന്നത് 2011 ഞാൻ അന്ന് ഈ സമയത്ത് അന്ന് ഞാൻ വിവേകാനന്ദ ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പം അന്ന് ഒരു രാംഭാവ് മാൽഗി പ്രബോധിനി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരു തിങ്ക് ടാങ്ക് ഉണ്ട്. നമ്മൾ സംഘമായിട്ട് കണക്റ്റഡ് ആയിട്ടൊരു തിങ്ക് ടാങ്കാണ്, മുംബൈയിലുള്ളതാണ്. അപ്പോൾ ഈ രാംഭാവ് മാൽഗി പ്രബോധിനി ഒരു ബാച്ച് ഓഫ് യങ്സ്റ്റേഴ്സ് IIM-ലും IIT-ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഗുജറാത്തിൽ വിടണം. ഒരു 3-4 ദിവസത്തെ ട്രിപ്പാണ്. അപ്പം അവരുമായിട്ട് അവരുടെ ലാംഗ്വേജിൽ ആശയവിനിമയം നടത്താനും ഇച്ചിരി അവരുടെ അറിയാമല്ലോ, ഒരു ടെക്നോളജിയൊക്കെ അവരുടെ ടെക്നോളജിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കഴിവുള്ള, എന്നാൽ സംഘത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അവർക്ക് വേണമായിരുന്നു. അങ്ങനെ എന്നെ അവർ ലീഡായിട്ട് വിട്ടു. അപ്പം ഞാൻ ആ ടീമിനെ ലീഡ് ചെയ്ത് ഗുജറാത്തിലേക്ക് പോയത്. അന്നാണ് ഞാൻ മോദിജിയായിട്ട് ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത്. അന്ന് മോദിജിയുമായിട്ട് ഞങ്ങൾ വളരെ നേരം പേഴ്സണൽ ഇൻട്രാക്ഷൻ നടത്തി, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ മോദിജിയുടെ ടീമുമായിട്ടൊക്കെ അന്ന് മുതലേ ഇൻട്രാക്ട് ചെയ്ത് തുടങ്ങി. അന്ന് മുതലുള്ള ബന്ധമാണ് മോദിജിയായിട്ട്. പിന്നെ ഈ 2012-14 കാലയളവിൽ വാസ്തവത്തിൽ മോദിയെ ഒരു ബ്രാൻഡാക്കാൻ വേണ്ടി പല സംഘടനകളുണ്ട്. അങ്ങനെ ഏതെങ്കിലും സംഘടനയായിരുന്നു നിങ്ങൾ പ്രവർത്തിച്ചത്? അന്ന് 2014 സമയത്ത് പാർട്ടിയുടെ ഒരു മെഷീനറി വർക്ക് ചെയ്തിരുന്നു മോദിജിക്ക് വേണ്ടിയിട്ട്. അതുകൂടാതെ വോളണ്ടിയേഴ്സിൻ്റെ വലിയൊരു ഗ്രൂപ്പ് അന്ന് വർക്ക് ചെയ്തിരുന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു. അജിത് ഡോവലൊക്കെ അതിലുണ്ടായിരുന്നു. അജിത് ഡോവൽജി ഒഫീഷ്യലി വോളണ്ടറി അല്ലെങ്കിൽ അദ്ദേഹം പിന്നിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ അതിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വോളണ്ടിയേഴ്സ് അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അമേരിക്കയിൽ നിന്നും ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ 6 മാസത്തേക്ക് ലീവ് എടുത്തിട്ട് ഒത്തിരി ടെക്കീസും ഒത്തിരി ചെറുപ്പക്കാരും ഒക്കെ ഇവിടെ നിന്നൊക്കെ ഒത്തിരി പേര്, അതായത് മോദി ഭരണത്തിൽ വരണമെന്ന് പറഞ്ഞു വലിയ ആവേശമായിരുന്നു ആ സമയത്ത്. ഈ അണ്ണാ ആന്തോളൻ്റെ മൂവ്മെൻ്റൊക്കെ നടന്ന് മൊത്തത്തിലൊരു നിരാശയുടെ, അന്ന് ഓർമ്മയില്ല, കറപ്ഷൻ്റെ കോൺഗ്രസ് UPA സർക്കാരിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയമാണ്. ഒരു മാറ്റം വേണം. അപ്പോൾ ഗുജറാത്ത് മോഡൽ അന്ന് എല്ലാവരുടെ മനസ്സിൽ പതിഞ്ഞു. എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു മോദി മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ചെറുപ്പക്കാരുടെ വലിയ ആവേശമായിരുന്നു. അങ്ങനെ വോളണ്ടിയേഴ്സിൻ്റെ വലിയൊരു നെറ്റ്വർക്ക് തന്നെ അവിടെ വന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, India 272 എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ തന്നെ നമ്മൾ നടത്തിയായിരുന്നു. അന്ന് ആ ക്യാമ്പയിനിലൊക്കെ ഞാൻ അതിൻ്റെ ഭാഗമായിരുന്നു. അന്ന് അതിൻ്റെ ഡേറ്റാബേസൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോഴും ഇന്ത്യയിലൊക്കെ കിടപ്പുണ്ട്. അന്ന് വന്ന വോളണ്ടിയേഴ്സിൻ്റെ ആയിരക്കണക്കിന് വോളണ്ടിയേഴ്സിൻ്റെ ലിസ്റ്റൊക്കെയാണ്. അപ്പോൾ അവരെ കോർഡിനേറ്റ് ചെയ്യുക. അങ്ങനെ എൻ്റെ ഭാഗമായിരുന്നു 2014. ആ സമയത്ത് ഞാൻ പാർട്ടി ഓഫീസിൽ ഹെഡ് ഓഫീസിൽ ഇരിക്കുക മാത്രമല്ല, അന്ന് പഴയ BJP ഓഫീസാണ്, ഇപ്പോഴത്തെ പുതിയ ബിൽഡിംഗ് വന്നിട്ടില്ല. ആ ഓഫീസിൽ ഇരിക്കുക മാത്രമല്ല, ഞാൻ എൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ടൂറും ചെയ്തിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലേക്ക് പോയി അവരുടെ മീറ്റിംഗ് നടത്തുക. ചായ് പേ ചർച്ച എന്ന് പറഞ്ഞൊരു പരിപാടി ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓർമ്മയില്ല, പ്രശാന്ത് കിഷോറിൻ്റെ. അപ്പോൾ അതിൻ്റെ കോർഡിനേഷൻ്റെ കുറേ വർക്ക് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഓർഗനൈസിങ് വർക്ക് ആ സമയത്ത് എനിക്ക്. പക്ഷെ അപ്പോഴും പദവിയൊന്നും ഉണ്ടായിരുന്നു? അന്ന് ഞാൻ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ലായിരുന്നു. ഈ പദവിയിലേക്ക് വരുന്നത്, ഒഫീഷ്യൽ പദവിയിലേക്ക് വരുന്നത് ഞാൻ അന്ന് ട്രെയിനിങ് സെല്ലിനകത്ത് മെമ്പറായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് 2017 ഞാൻ യുവമോർച്ചയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് പദവിയിലേക്ക് വരുന്നത്. അതിൻ്റെ പിന്നിൽ ആരാണ് അത് ഹെൽപ്പ് ചെയ്തത്? അല്ല, ഹെൽപ്പ് ഒന്നുമില്ലായിരുന്നു. എന്നോട് പെട്ടെന്നൊരു ദിവസമാണ് എന്നോട് ചോദിക്കുന്നത്. അതിൻ്റെ ദേശീയ അധ്യക്ഷ ശ്രീമതി പൂനം മഹാജൻ, നമ്മുടെ അറിയാലോ, മുംബൈയിൽ നിന്നുള്ള നമ്മുടെ MP ഒക്കെ ആയിരുന്നു. ഒരു യുവ ബ്രാൻഡ് ലീഡറാണ്, ഒരു ഫയർ ബ്രാൻഡ് ലീഡറാണ്. അപ്പം പൂനംജി ഒരു ദിവസം എന്നെ സുപ്രഭാതത്തിൽ വിളിക്കുകയാണ്, ഇതുപോലെ അനൂപിൻ്റെ പേര് പാർട്ടിയുടെ 2-3 സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട്, വി ആർ കൺസിഡറിങ് യു. പിന്നെ അന്ന് എന്നോട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് യു ആർ ഫ്രം കേരള ആൻഡ് സെക്കൻഡ് യു ആർ എ ക്രിസ്ത്യൻ. അപ്പോൾ ഇത് രണ്ടും ഒരു വലിയ ഹൈലൈറ്റ് ആണ്. അത് മാത്രമല്ല, യു ഹാവ് എൻ എക്സലൻറ്റ് ഓർഗനൈസേഷണൽ ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾ ഇത്രയും വർഷമായിട്ടുള്ള ഓർഗനൈസേഷണൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പം താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, 2017
യുവമോർച്ചയിൽ വരുന്നത്. യുവമോർച്ച ദേശീയ സെക്രട്ടറി ആയി. ഞങ്ങൾ അന്ന് 8 പേരായിരുന്നു ദേശീയ സെക്രട്ടറിമാർ. എത്ര കാലം വരെ തുടർന്നത്? അത് 2021 വരെ തുടർന്നത്. ഈ ആ കാലയളവിൽ എന്തായിരുന്നു പണി യുവമോർച്ചയുടെ സെക്രട്ടറി? അന്ന് 2 കാര്യങ്ങളായിരുന്നു മുഖ്യമായിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ഞാൻ ഡൽഹി ബേസ്ഡ് ആയതുകൊണ്ടും പാർട്ടി ഓഫീസിൽ ഫുൾ ടൈം ആയിരുന്നതുകൊണ്ടും യുവമോർച്ചയുടെ പല പരിപാടികളുണ്ടല്ലോ, ഓരോ സമയം ടൈം ടു ടൈം ഓരോ പരിപാടികൾ വരും. ആ പരിപാടികൾ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. കാരണം പരിപാടികൾ കൊടുത്താലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് യൂണിറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണ് റോഡ് ഷോ നടത്തണം, അല്ലെങ്കിൽ ബൈക്ക് റാലി നടത്തണം, അല്ലെങ്കിൽ അടൽജിയുടെ ജന്മദിനം വരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടി നടത്തണം. അപ്പോൾ അതിൻ്റെ കോർഡിനേഷൻ നമ്മൾ സെൻട്രൽ ഓഫീസിൽ ചെയ്തുകൊണ്ടിരുന്നത് ഒരു മുഖ്യമായിട്ടൊരാൾ ഞാനായിരുന്നു. പിന്നെ 2, എനിക്ക് തമിഴ്നാടിൻ്റെ ചുമതലയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തമിഴ്നാട്ടിൻ്റെ യുവമോർച്ചയുടെ കാര്യങ്ങൾ, ഇപ്പം തമിഴ്നാട്ടിൽ ചെന്നൈ സെൻട്രലിൽ നിന്ന് മത്സരിക്കുന്ന വിനോദ് സെൽവം അന്ന് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ലൊരു ജോഡിയായിട്ട് അവിടെ പ്രവർത്തിച്ച് പോയത്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ഇൻ്റർനാഷണൽ ടൈം വർക്ക് അപ്പോൾ ഇല്ല, ആ സമയത്ത് കുറഞ്ഞു. ആ സമയത്ത് ഞാൻ ഒഫീഷ്യലായിട്ട് വിവേകാനന്ദ ഫൗണ്ടേഷനിൽ നിന്ന് ഞാൻ അന്ന് മാറി. യുവമോർച്ചയിലേക്ക് തന്നെ ഡൽഹി ഫോക്കസ് ചെയ്തു. യുവമോർച്ചയുടെ ഓഫീസ്, യുവമോർച്ചയുടെ പാർട്ടി ഓഫീസിൽ തന്നെ അന്ന് അപ്പോഴത്തേക്ക് BJPയുടെ പുതിയ ബിൽഡിംഗ് വന്നു. അപ്പോൾ യുവമോർച്ചയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള വിങ്ങും ഓഫീസും ഒക്കെ ആയി. പിന്നെ ഞാൻ അവിടെ ആയി. കേരളത്തിലേക്ക് വരുന്ന പശ്ചാത്തലം 2017 മുതലും, അല്ല അതിന് മുമ്പ് ഞാൻ കേരളത്തിൽ വരുന്നുണ്ടായിരുന്നു. ആക്റ്റീവായിട്ട് ഇവിടെ എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളും ഒക്കെ പുലർത്തിയിരുന്നു. ഇവിടെ നേതാക്കന്മാരൊക്കെ അവിടെ വരുമ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് കാണുമായിരുന്നു. ഇവിടെ 2017 മുതൽ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി എന്ന രീതിയിൽ ഇവിടുത്തെ നേതൃയോഗത്തിൽ എനിക്ക് പങ്കെടുക്കാമായിരുന്നു. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് ഇവിടുത്തെ നേതൃയോഗത്തിലെല്ലാം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. അന്ന് മുതൽ BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് 2019 ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. അന്ന് എനിക്കിവിടെ സോഷ്യൽ മീഡിയയുടെ വാർ റൂമിൻ്റെ ചാർജ് ആയിരുന്നു. അപ്പോൾ വാർ റൂമിൽ നടക്കുന്ന നറേറ്റീവ്സ്, അവിടുത്തെ കണ്ടന്റ് പോകുന്നതിൻ്റെ മെക്കാനിസം അതിനുവേണ്ടി വന്നതാണ്. പക്ഷേ ഞാൻ ആക്റ്റീവായിട്ട് ഇവിടെ പ്രവർത്തിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് 2018 തോന്നുന്നു, 18 അതോ 16 കുമ്മനംജി നയിച്ച ഒരു യാത്രയുണ്ടായിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. ആ യാത്രയിൽ യുവമോർച്ചയ്ക്ക് ഒരു വലിയ റോൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അന്ന് അമിത്ഷാജി ആണ് അന്ന് ഉദ്ഘാടനം ചെയ്തത്. ഒരു വലിയൊരു യാത്രയായിരുന്നു. നമ്മുടെ പാർട്ടിയുടെ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിച്ചൊരു യാത്രയായിരുന്നു. അതിൽ യുവമോർച്ചയ്ക്ക് ഒരു സ്പെഷ്യൽ റോൾ അമിത്ഷാജി തന്നിരുന്നു. ഓരോ ദിവസം ഓരോ സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു ടീം ഇവിടെ വരണം. 150, 200, 300 ടീം. അതിന് മുഴുവൻ കോർഡിനേറ്റ് ചെയ്തത് ഞാനായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഒരു ദിവസം ബീഹാറിൽ നിന്നുള്ളവർ വരും. അപ്പോൾ അവരുടെ താമസം, അവരുടെ അറേഞ്ച്മെൻറ്റ്സ്, വെഹിക്കിള്, പിന്നെ അവരെ അന്നേ ദിവസം തിരിച്ചു വിടുക, അവരുടെ ട്രെയിന്, അങ്ങനെ ഓരോ ദിവസവും അത് ഞാനായിരുന്നു കോർഡിനേറ്റ് ചെയ്തത്. അങ്ങനെ നിരവധി ഇവിടുത്തെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ സംസ്ഥാന പൊളിറ്റിക്സിൽ സജീവമല്ലായിരുന്നു. പാർട്ടിയുടെ ഇന്റേണൽ കാര്യങ്ങളിലേക്ക് വന്നെങ്കിലും സംസ്ഥാന പൊളിറ്റിക്സിലേക്ക് വലിയ സജീവമല്ലായിരുന്നു. പിന്നെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ വരും എന്നൊരു തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കാരണം എന്താണ്? ഔദ്യോഗികമായി പാർട്ടി പറയാതെ തന്നെ നിങ്ങൾ പ്രവർത്തനം തുടങ്ങി. അല്ല, അങ്ങനെ എനിക്കത് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല ഔദ്യോഗികമാണോ അനൗദ്യോഗികമാണോ എന്നുള്ളത്. പക്ഷേ എന്നാൽ പോലും പലപ്പോഴും പല ചർച്ചയിലും വരുന്നൊരു കാര്യം, മറുനാടൻ തന്നെ ചർച്ച വന്നിട്ടുണ്ട്. ഞാൻ കൂടുതൽ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സും മറ്റ് സംസ്ഥാനങ്ങളിലെ പൊളിറ്റിക്സും ഒക്കെ വളരെ ക്ലോസ് ആയിട്ട് കണ്ടിട്ടുള്ള ആളാണ്. ഇപ്പോൾ 2018 കർണാടക ഇലക്ഷൻ സമയത്ത്, സ്റ്റേറ്റ് ഇലക്ഷൻ സമയത്ത് ഏകദേശം 6-8 മാസം ഞാൻ കർണാടക ഇലക്ഷൻ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത ആളാണ്. പല സംസ്ഥാനത്തുള്ള പൊളിറ്റിക്സിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമാണ് ഇവിടുത്തെ BJPയുടെ ഒരു പൊളിറ്റിക്സ്. ഞാൻ അത് ആരുടെയും തെറ്റല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ, ഉദാഹരണം പറയാം, ഞാൻ അതിൻ്റെ കമ്പാരിസൺ പറയാം. ഇപ്പോൾ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ നമുക്ക് സ്ഥാനാർത്ഥി ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സർവേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3, 5, 8 നല്ല കാൻഡിഡേറ്റ്സിനെ ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ കിട്ടും. അതിൻ്റെ കാരണം ആ ആസ്പിറേഷനുള്ള ആളുകൾ അവിടെ ഏതെങ്കിലും രീതിയിൽ സോഷ്യൽ വർക്കുമായിട്ടോ അല്ലെ പാർട്ടിയുടെ വർക്കുമായിട്ടോ ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ജനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ആ മണ്ഡലത്തിന് മുഖമായി മാറിയിട്ടുള്ള ആളുകളുണ്ടാവും. പിന്നെ സർവേക്കാരാണ് അതിൽ ഏറ്റവും ബെസ്റ്റ് ആളുകളെ തിരഞ്ഞെടുത്ത് നമ്മളോട് സജസ്റ്റ് ചെയ്യുകയും പിന്നെ പാർട്ടി തീരുമാനം എടുക്കുകയും ചെയ്യുന്നത്. കേരളത്തിൽ അതിന് കാരണം മറ്റൊന്നും കൊണ്ടല്ല, BJP വളരെ ലേറ്റ് ആയിട്ടാണ് ഇവിടെ ഗ്രോ ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ 2014 മുമ്പുള്ള കണക്കുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും വലിയൊരു വോട്ട് പെർസെൻറ്റേജ് ഒന്നും BJP അത്രയ്ക്കും ഉള്ളായിരുന്നു. അപ്പോൾ അത് കാരണം പല മണ്ഡലങ്ങളും ഒരു ഇലക്ഷൻ സമയത്ത് പല മണ്ഡലങ്ങളിലും മത്സരിക്കാൻ നല്ല മുഖങ്ങൾ നമുക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ആവശ്യം കൊണ്ട് ചിലപ്പം പറയും ചെങ്ങന്നൂർ മത്സരിക്കാൻ, അടുത്ത തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ തൃശ്ശൂർ മത്സരിക്കാൻ. അപ്പോൾ ആ ഒരു സ്ഥിതി പാർട്ടിക്കുണ്ടായിരുന്നു. ഇന്നത് മാറി വരികയാണ്. അപ്പം അത് വീണ്ടും ഞങ്ങളുടെ പാർട്ടിയുടെ മീറ്റിങ്ങുകളിലൊക്കെ ഇപ്പോൾ അമിത്ഷാജി ഉൾപ്പെടെയുള്ളവർ വരുമ്പോഴും ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുമ്പോഴും ഒരു കോൺസ്റ്റിറ്റ്യുവൻസി നർച്ചർ ചെയ്ത് ഇനിയെങ്കിലും തുടങ്ങണം എന്നൊരു ആശയം ഇവിടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു, എന്തുകൊണ്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നർച്ചർ ചെയ്തുകൂടാ. വലിയ അനുഭവങ്ങളുണ്ട് എനിക്ക്. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ചോ നല്ല അറിവുണ്ട്. പിന്നെ എല്ലാം ഒരു നല്ല ഓർഗനൈസേഷണൽ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അപ്പം എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിൽ വന്നു. അങ്ങനെ പാർട്ടിയിൽ പല തരത്തിലുള്ള ആളുകളോട് സംസാരിച്ചിട്ടാണ് തിരുവല്ല മണ്ഡലം പല കാരണങ്ങൾ കൊണ്ടും തിരഞ്ഞെടുത്തത്. പിന്നെ അത് ആരോടൊക്കെ സംസാരിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും എല്ലാ തലത്തിലും സംസാരിച്ചിട്ടാണ് ഞാൻ തിരുവല്ലയിൽ. എത്ര കാലം അവിടെ വർക്ക് ചെയ്തു? ഞാൻ ഏകദേശം ഒരു വർഷത്തിൽ കൂടുതൽ ഞാൻ അവിടെ തിരുവല്ലയിൽ വർക്ക് ചെയ്തു.
അപ്പം അവിടെ എന്താ പറയുന്നത്, നമ്മളവിടെ വർക്ക് ചെയ്ത ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഞാനത് ഈ ഒരു ചർച്ചയിൽ ഞാൻ ആ ഒരു ഐഡിയ കുറച്ചുകൂടി നന്നായിട്ട് മുമ്പോട്ട് വെക്കാം. ഈ BJPയുടെ നാഷണൽ ലെവലിലെ പൊളിറ്റിക്സ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത്, എല്ലാവരും പറഞ്ഞത് ഇവരുടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് ഓഫ് ഐഡിയോളജി അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഓഫ് ഇമോഷൻസ്. ഇപ്പം രാം മന്ദിർ വന്നു, ആ രാം മന്ദിർ ഒറ്റ കാരണം കൊണ്ടാണ് BJP നോർത്ത് ഇന്ത്യ എല്ലാം ജയിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മൾ പ്രചരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പാകിസ്ഥാനോടൊരു യുദ്ധം വന്നു, അതൊറ്റ കാരണം കൊണ്ടാണ് UP ജയിക്കുന്നത്, അല്ലെങ്കിൽ ബീഹാർ ജയിക്കുന്നത്. എന്നാൽ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഈ നോർത്ത് ഇന്ത്യയിൽ പോയി ഓരോ സ്ഥലത്തും വളരെ ഡീപ്പായിട്ട് വർക്ക് ചെയ്ത ആളായതുകൊണ്ട് പറയുകയാണ്, ഇതിനൊരു ഇഫക്റ്റ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊരു 30% എഫക്റ്റ് ഉണ്ടാവും. 70% എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ്. ഈ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാധാരണ ആളുകളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സൗജന്യ അരി കൊടുക്കുന്നു, നമ്മൾ കേന്ദ്ര സർക്കാർ നടത്തുന്ന പദ്ധതി ഈ പ്രാവശ്യവും നമ്മൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ വളരെ സൊസൈറ്റിയുടെ ഏറ്റവും ലോവർ സ്ട്രാറ്റ, ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ഈ അരി എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ദാൽ കിട്ടുക എന്ന് പറഞ്ഞ വലിയ കാര്യം തന്നെയാണ്. ആ ആളുകൾ അല്ലെങ്കിൽ ജനൌഷധി പോയിട്ട് 2000 രൂപയ്ക്ക് വാങ്ങിക്കേണ്ട മരുന്ന് 300 രൂപയ്ക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അവനെ സംബന്ധിച്ച് കയറി കിടക്കാൻ ഇങ്ങനെ മറ്റേ ഓല കൊണ്ട് മേഞ്ഞ് വീട്ടിൽ നിന്ന് ഒരു നല്ല കൽഭിത്തിയോട് കൂടിയുള്ള ഒരു വീട്ടിലേക്ക് കയറാന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ഈ കിലോമീറ്റർ താണ്ടി അവിടെ പോയി ചുള്ളി ഒടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് ഭക്ഷണം പാകം ചെയ്ത് കുട്ടികളെ സ്കൂളിൽ വിടുന്ന അമ്മമാർക്ക് ഗ്യാസ് എന്ന് പറഞ്ഞ വലിയ കാര്യം തന്നെയാണ്. ഈ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസിനാണ് പലപ്പോഴും നമ്മൾ ഓവർലുക്ക് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഞാൻ കൃത്യമായിട്ട് പറയാം, കണക്ക് വെച്ച് തന്നെ പറയാം. നോർത്ത് ഇന്ത്യയിൽ ബീഹാർ ഇലക്ഷൻ എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ 2019 അസംബ്ലി ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷന് ശേഷം 2020 കോവിഡിൻ്റെ സമയത്ത് നടന്ന ബീഹാർ ഇലക്ഷൻ, ഞാൻ ആ സമയത്ത് ബീഹാറിൽ പോയ ആളാണ്. ജനങ്ങൾക്ക് ഏറ്റവും അധികം അന്ന് നമ്മൾ ഈ അരിയൊക്കെ കൊടുത്ത് തുടങ്ങിയ സമയമാണ്. അന്നത്തെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും നമ്മൾ പാകിസ്ഥാൻ്റെ വിഷയവും സർജിക്കൽ സ്ട്രൈക്കും ഒക്കെ കൊണ്ടാണ് നമ്മൾ ജയിക്കുന്നത്, അല്ലെങ്കിൽ 2018 UP ഇലക്ഷൻ, ഇതെല്ലാം ജയിച്ചതിൻ്റെ പിന്നിലുള്ള 70% കാരണം ഈ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ്. ആളുകൾക്ക് അവരുടെ വീട്ടിൽ കുടിവെള്ളം എത്തുന്നു, ആളുകൾക്ക് കയറി കിടക്കാൻ നല്ല വീടുണ്ടാകുന്നു, ആളുകൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആയുഷ്മാൻ കാർഡുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവന് ചികിത്സ കിട്ടുന്നു, അവന് മരുന്നിന് വേണ്ടിയിട്ട് 300 രൂപയ്ക്ക് 2000 രൂപ കിട്ടേണ്ട മരുന്ന് 300 രൂപയ്ക്ക് കിട്ടുന്നു, അവന് സൗജന്യമായ അരി ലഭിക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ എണ്ണി പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ. ഇതാണ് അവൻ കാണുന്നത്. അവൻ്റെ ജീവിതത്തിൽ നേരിട്ടൊരു ഇമ്പാക്റ്റ് മോദി സർക്കാർ ചെയ്യുന്നുണ്ട്. ആ കാര്യം കേരളത്തിൽ കുറച്ചും കൂടി, അതായത് ഞാൻ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ പ്രവർത്തകർ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് പാർട്ടി ഒരു പദ്ധതിയായി ഒരു പ്ലാനായി കുറച്ചും കൂടി താഴെത്തട്ടിൽ മണ്ഡലം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പൊളിറ്റിക്സ് ഓഫ് നറേറ്റീവ് ആണല്ലോ നമ്മൾക്കിപ്പോഴും ചലഞ്ചായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ അറിയാലോ, ഇപ്പം ഈ ഇലക്ഷൻ വരുമ്പോഴും ഒരു നറേറ്റീവ് എടുത്തിടും, മണിപ്പൂരിൻ്റെ നറേറ്റീവ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നറേറ്റീവ് എടുത്തിടും. ഈ നറേറ്റീവിനെ ഓവർകം ചെയ്യുന്നത് പലപ്പോഴും ഇങ്ങനത്തെ നറേറ്റീവ്, പെർഫോമൻസിൻ്റെ നറേറ്റീവ് കൊണ്ടാണ്. പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് അത് മോദി ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും 34 ലക്ഷം ആളുകൾക്ക് ഈ PM കിസാൻ സമ്മാൻ നിധി വഴി 2000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അത് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസിൻ്റെ ഭാഗമാണ്. ഇപ്പം തിരുവല്ലയിൽ തന്നെ, ഇപ്പം കേരളത്തിൽ 1000 ജനൌഷധി സ്റ്റോറുകളാണ് മോദി സർക്കാർ തുടങ്ങിയത്. തിരുവല്ല തന്നെ 3 ജനൌഷധി സ്റ്റോർ തുടങ്ങി കൊടുത്ത ആളാണ് ഞാൻ. ആ ജനൌഷധി സ്റ്റോർ തുടങ്ങി കൊടുത്തു കഴിയുമ്പം ആ ജനൌഷധി സ്റ്റോറിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കെല്ലാം അറിയത് അനൂപ് ആൻ്റണിയുടെ ശ്രമഫലവും BJPയുടെ ശ്രമഫലവുമായിട്ടാണ് ഈ സ്റ്റോർ വന്നത്. അതുകൊണ്ട് അവന് മരുന്നിന് വലിയ ലാഭമുണ്ടായി. ആ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, അതിന് മോദി നമുക്കൊരു സാധനം തന്നിട്ടുണ്ട്. അതിനെ പ്രോപ്പറായിട്ട് ബ്രാൻഡ് ചെയ്ത് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ താഴെത്തട്ടിൽ എത്തിക്കുക. അത് ആ ശ്രമമാണ് അവിടെ നടന്നത്. ആ ശ്രമമാണ് ഞാൻ തിരുവല്ലയിൽ ശ്രമിച്ചത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു താനും. സീറ്റ് കിട്ടാൻ വന്നപ്പോൾ ഞെട്ടിപ്പോയോ? ഇല്ല, അങ്ങനെ ഞാൻ ഞെട്ടുന്ന ആളൊന്നുമല്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ പ്രതീക്ഷയോട് കൂടിയൊന്നും രാഷ്ട്രീയത്തിൽ വന്ന ആളൊന്നുമല്ല. ഞാൻ വളരെ സാധാരണക്കാരനായിട്ട് ഇതുവരെ എത്തുമെന്ന് പോലും കരുതിയ ആളല്ല. അപ്പോൾ അതുകൊണ്ട്, പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് അമ്പലപ്പുഴയിൽ പോയി പെട്ടെന്ന് എനിക്കൊരു പരിചയമില്ലാത്തൊരു മണ്ഡലത്തിൽ പോയി പ്രവർത്തിക്കുമ്പം എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഓവർകം ചെയ്തു. അതിൻ്റെ പിന്നിലെ കഥയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. കഥയൊന്നുമില്ല. അത് പാർട്ടിയുടെ ആ സമയത്ത് ആവശ്യമതായിരുന്നു. തിരുവല്ലയിൽ ഞാൻ അമ്പലപ്പുഴ മത്സരിക്കും, തിരുവല്ല മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിക്കണം എന്നുള്ള ഒരു സാഹചര്യം. ഇത്ര ഒരു പശ്ചാത്തലമുണ്ട്. അമ്പലപ്പുഴ നിങ്ങൾക്ക് മെച്ചപ്പെടുത്തി കുറച്ചുകൂടി വോട്ട് നേടിയെങ്കിലും അല്ലേ, അമ്പലപ്പള്ളി കുറച്ച് മെച്ചപ്പെട്ടു. എന്തുകൊണ്ടാണ് ഈ തിരുവല്ല ചെയ്തപോലെ അതിന് സമയം കിട്ടിയില്ല? കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ഇലക്ഷൻ പ്രഖ്യാപനം നടന്നു, സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു, പിന്നെ എത്ര 10-20 ദിവസമല്ലേ കിട്ടിയുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഈ 20 ദിവസമാണ്. അപ്പോൾ 20-25 ദിവസം കൊണ്ട് ഞാൻ അവിടുത്തെ പ്രവർത്തകരെ പരിചയപ്പെടണം, ഞാൻ അവിടുത്തെ ജനങ്ങൾക്ക് പരിചിതനാവണം, പിന്നെ നമ്മുടെ പര്യടനങ്ങൾ, കാര്യങ്ങൾ, കീ വോട്ടേഴ്സിനെ കാണണം, എന്തെല്ലാം കാര്യം ചെയ്യണം. 2021 തെരഞ്ഞെടുപ്പിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമായിട്ട് നിൽക്കുന്നുണ്ടോ? അതോ നിങ്ങൾ ഡൽഹിക്ക് മടങ്ങിയോ? ഇല്ല, ഞാൻ കേരള രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ട്. എന്നാൽ കൂടി എനിക്ക് കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പ്രൊജക്ട്സ് എനിക്ക് ഡൽഹിയിൽ വന്നിട്ടുണ്ട്. അത് കാരണം കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് എനിക്ക് കൂടുതൽ ഡൽഹിയിലേക്ക്
ഫോക്കസ് ചെയ്യേണ്ടി വന്നു ആക്ച്വലി. പക്ഷേ ഏതാണ് പ്രോജക്റ്റ്? എനിക്ക് ഇപ്പോൾ ഞങ്ങളൊരു മോദി സ്റ്റോറി എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് ഡൽഹിയിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ വോളണ്ടിയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റാണ്. അതൊരു പി എമ്മിൻ്റെ ലൈഫ് ഒരു പരിധി പറഞ്ഞാൽ ഡോക്യുമെൻ്റ് ചെയ്യാണ് നമ്മൾ. അതായത് പി എമ്മിൻ്റെ ലൈഫിലെ പല ഏടുകളും ജനങ്ങൾക്ക് അറിയില്ല. അപ്പം പി എമ്മുമായിട്ട് അത് അറിയണമെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിജിയുമായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച ആളുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പി എം ഒരു വിഭാഗ് പ്രചാരണമായിട്ട് തുടങ്ങിയ ആളാണ്. അന്ന് ബറോഡയിലുണ്ടായിരുന്ന അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച അന്നത്തെ സംഘചാലക്, അന്നത്തെ കാര്യവാഹ്, അല്ലെ അന്നത്തെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രചാരകൻ, അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരുടെ അനുഭവങ്ങൾ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനുഭവങ്ങളാണ്. അത് എന്ത് ഫൈനൽ ഫോമാറ്റിലേക്ക് ആക്കണം തീരുമാനിച്ചിട്ടില്ല. കാരണം പുസ്തകമാക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് തുടങ്ങിയതെങ്കിലും അതിൻ്റെ വോളിയം എത്രയായി ഒരു പുസ്തകത്തിലൊന്നും അടങ്ങത്തില്ല. കാരണം അത്രമാത്രം ഇൻഫർമേഷൻ ഉണ്ട്. അത് എത്ര വലിയ ടീമാണോ അത് ചെയ്യുന്നത്? ഞങ്ങളൊരു വോളണ്ടിയേഴ്സിൻ്റെ ഒരു വലിയൊരു ടീമുണ്ട് അതിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു ചുക്കാൻ ഇപ്പം ഞാനാണ് അതിൻ്റെ ഒരു ചുക്കാൻ പിടിക്കുന്നത്. കാരണം മോദിജിയായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടോ? ഉണ്ട്, മോദിജിയായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട്. ഈ പ്രോജക്റ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോകും. കാരണം ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ പലപ്പോഴും ശരിയാവണമെന്നില്ല. അപ്പോൾ അദ്ദേഹം സമയം കിട്ടും, ഇടയ്ക്കിടയ്ക്ക് സമയം. പിന്നെ അദ്ദേഹം എല്ലാ കാര്യത്തിനും വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ആളാണ്. ഞാൻ ഇത്രയധികം ടൈം മാനേജ്മെൻറ്റ് ഇത്രയും നന്നായിട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിനും സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഡൽഹിയിൽ നിൽക്കേണ്ടി വരുന്നു. കാരണം ഇതിൻ്റെ ഒരു വലിയൊരു ഭാഗം വർക്ക് ഗുജറാത്തിലാണ് നടക്കേണ്ടത്. കാരണം മോദിജി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച് ഗുജറാത്തിലായതുകൊണ്ട്. അല്ല, ഈ മോദിജിക്ക് നല്ല നിങ്ങൾ ഇത്ര പലതവണ മോദിജിയായിട്ട് കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പും 2015 ശേഷവും പലതവണ? തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. ആ ബന്ധം അടുപ്പമുണ്ട്. അതൊന്നും നിങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2023 തിരുവല്ല കിട്ടാൻ കാരണമായില്ല. ഞാൻ ആ ഒരു ബന്ധങ്ങൾ ഇതിനുവേണ്ടി ഉപയോഗിക്കണം എന്ന് കരുതുന്ന ആളല്ല. അങ്ങനെ പല ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയാണ്, പലരും ചോദിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു സീറ്റിന് വേണ്ടിയിട്ട് അവിടെ പോയി ഒരു ബന്ധങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ ഞാൻ കരുതുന്നില്ല. നാച്ചുറലായിട്ട് വരട്ടെ. എന്നെ ആ മണ്ഡലത്തിൽ നിന്ന് ആളുകൾ ഡിമാൻഡ് ചെയ്ത് വരട്ടെ. ഞാനൊരു മാസ് ലീഡറായി വളരണം BJPയുടെ നേതാക്കൾ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആരെങ്കിലും പൊക്കിക്കൊണ്ട് വരുന്ന ഒരു ലീഡർഷിപ്പിലേക്ക് എനിക്ക് അതിനൊരു താല്പര്യമില്ല. കാരണം ഞാൻ കണ്ടു വളർന്നതല്ല ഈ മാസ് ലീഡർഷിപ്പാണ്. നോർത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പോക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പഞ്ചായത്തിൻ്റെ ലീഡർ വരെ മാസ് ലീഡറാണ്. ഒരു ജില്ലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മാസ് ലീഡറുണ്ട്. ഓരോ സ്റ്റേറ്റിന് മാസ് ലീഡേഴ്സ് ഉണ്ട്. മാസ് ലീഡർഷിപ്പിൻ്റെ പൊളിറ്റിക്സ് ആണ് BJPക്ക് എന്നും ആവശ്യം. BJPയുടെ ഇന്ന് ദേശീയ തലത്തിലുള്ള വളർച്ചയ്ക്ക് കാരണവും മാസ് ലീഡർഷിപ്പാണ്. BJPയുടെ എണ്ണി പറയാൻ മാസ് ലീഡേഴ്സ് ഉണ്ട്. കോൺഗ്രസിനും ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ അപജയം വന്നതും ഈ മാസ് ലീഡർഷിപ്പ് കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് BJPയിൽ നിന്ന് മാസ് ലീഡർഷിപ്പ് വളരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതിന് ഞാൻ റോൾ മോഡലാകാൻ സാധിക്കുമെങ്കിൽ അത് മണ്ഡലത്തിൽ നിന്ന് വരട്ടെ എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് മത്സരിച്ചില്ല, സീറ്റ് പരിഗണിച്ചില്ലേ? അല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഞാൻ പരിഗണിക്കുമെന്ന് കരുതിയിട്ടുമില്ലായിരുന്നു. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഡൈനാമിക്സ് വളരെ വ്യത്യസ്തമാണ്. അപ്പം ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതിൻ്റെതായ ഓരോ ഘടകങ്ങളുണ്ട്, ഒത്തിരി കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യതയുണ്ടോ? ഉണ്ടാവാം. അറിയത്തില്ല. അല്ല, എനിക്ക് താല്പര്യമുണ്ട് അടുത്ത ലോക്സഭ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നർച്ചറിങ്, ഒരു കോൺസ്റ്റിറ്റ്യുവൻസി നർച്ചർ ചെയ്ത് ആ കോൺസ്റ്റിറ്റ്യുവൻസി ബിൽഡപ്പ് ചെയ്ത്. കാരണം ഇന്ന് കേരളത്തിലൊരു വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ ഒരു അപജയം. കോൺഗ്രസിന് പണ്ടുണ്ടായിരുന്ന പോലുള്ള ഒരു മാസ് ലീഡർഷിപ്പും വളരെ വീക്കാണ്. അപ്പോൾ ആ ഒരു സ്പേസ് എല്ലാ മണ്ഡലത്തിലുമുണ്ട്. ഓരോ മണ്ഡലത്തിലും ഒരു പുതിയ ലീഡർഷിപ്പ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണം തിരുവല്ലയുടെ കാര്യം തന്നെ പറയാം. ഇപ്പോൾ തിരുവല്ലയിൽ ഇന്ന് പറയാൻ ഇപ്പം മാത്യു ടി തോമസ് വർഷങ്ങളായിട്ട് അവിടുത്തെ MLA ആണെങ്കിൽ പോലും അദ്ദേഹത്തെ ഇപ്പോഴും ആളുകളൊരു വലിയൊരു ആൻറ്റി ഇൻകംബൻസി അദ്ദേഹത്തിനെതിരെയുണ്ട്. ഒരു പുതിയ ലീഡറിന് അവിടെ വളർന്നു വരാനുള്ള നല്ല സ്കോപ്പ് ഉണ്ട്. അങ്ങനെ ഓരോ മണ്ഡലങ്ങളിൽ വേണമെങ്കിൽ എടുത്ത് പറയാം. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പത്തനംതിട്ട മണ്ഡലത്തിൽ തന്നെ ആണെങ്കിൽ പോലും ഒരു വലിയ ആൻറ്റി ഇൻകംബൻസി അവിടെ ഇപ്പോൾ നിൽക്കുന്ന ഇൻകംബൻറ്റ് MPക്കെതിരെയുണ്ട്. അപ്പോൾ ഒരു പുതിയ ലീഡറിന് അവിടെ എമർജ് ചെയ്ത് വരാനുള്ള സ്കോപ്പ് ഉണ്ട്. ബട്ട് ഹൂ പെർഫോംസ് എന്നുള്ളൊരു ഘടകമാണ്. ആരവിടെ പെർഫോം ചെയ്യുന്നു, ആര് ജനങ്ങളിലേക്ക് കൂടുതൽ എടുക്കുന്നു, ആര് ജനങ്ങളുടെ ഇറങ്ങി കൂടുതൽ പ്രവർത്തിക്കുന്നു, അവൻ നേതാവാകും. ന്യൂനപക്ഷങ്ങളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും മരണമാണ് ഗോൾ എന്നൊക്കെ പറയുന്ന ഒരു പ്രസ്ഥാനത്തോട് ഒരു ക്രിസ്ത്യാനിയായ നാഗാലാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ BJPയുടെ മൈനോറിറ്റി സെല്ലുണ്ട്. അവിടെ ആരെ പ്രവർത്തിക്കാൻ അറിയാം? ഹിന്ദുക്കൾ. നമ്മൾ ആലോചിക്കണം. ഹമാസിൻ്റെ നറേറ്റീവ്, മണിപ്പൂരിൻ്റെ നറേറ്റീവ്, CAയുടെ നറേറ്റീവ്, ബീഫിൻ്റെ നറേറ്റീവ്. എന്തുകൊണ്ട് പെർഫോമൻസിൻ്റെ നറേറ്റീവ് തിരിച്ചു ചോദിക്കുന്നില്ല? മോദി ഇന്ന കാര്യം ചെയ്തില്ല, അല്ലെങ്കിൽ മോദി ഇന്ന കാര്യം തെറ്റ് ചെയ്തു. കാരണം ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാതെ നിങ്ങൾ എന്ത് രാം മന്ദിർ പറഞ്ഞാലും, നിങ്ങൾ എന്ത് UCC പറഞ്ഞാലും, എന്ത് കശ്മീർ പറഞ്ഞാലും ജനങ്ങൾ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ നരേന്ദ്രമോദിക്ക് കേരളത്തിലെ കഥകൾ ചോദിക്കുമ്പോൾ നിങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നൊന്നുമില്ലാതെ വടക്കേന്ത്യ മുഴുവൻ മോശമാണെന്ന് പറഞ്ഞു. ഇവിടെ ആൾക്കൂട്ട കൊലപാതകം, പശുവിൻ്റെ പേരിലെ മരണം നിങ്ങൾ പറഞ്ഞു. പക്ഷേ വടക്കേന്ത്യയിൽ അങ്ങനെ അല്ലെന്ന് പറഞ്ഞു. അതിനകത്ത് കൊല്ലപ്പെട്ടവരിൽ മൈത്തയ്യും ഉണ്ട്, കൊല്ലപ്പെട്ടവരിൽ കൂക്കികളുമുണ്ട്, കൊല്ലപ്പെട്ടവരിൽ ഹിന്ദുവുണ്ട്, കൊല്ലപ്പെട്ടവരിൽ ക്രിസ്ത്യാനിയുമുണ്ട്.